Jolly Tutorials. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ 5th ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ ഏറ്റവും മെയിൻ പോയിന്റ്സ് ഈ ഒറ്റ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫുൾ പഠിച്ചു തീർക്കാൻ പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മളുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ദ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ്. പക്ഷേ ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് ഫസ്റ്റ് ടേം നമുക്ക് അവർ തന്നിരിക്കണം, അതിൻ്റെ ഫസ്റ്റ് ടേം നമുക്ക് തന്നിരിക്കണം. സെക്കൻഡ് ടേം തൊട്ട് ഓരോ ടേംസും നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ കൂടെ അതേ ഫിക്സ്ഡ് നമ്പർ തന്നെ ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും. അങ്ങനെ നമുക്ക് എത്രാമത്തെ ടേം വരെ വേണമെങ്കിലും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എവിടെ? ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോ ടേംസ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സ്ഡ് നമ്പർ. ഈ ഫിക്സ്ഡ് നമ്പറിന് നമ്മൾ പറയുന്ന പേരായിരുന്നു കോമൺ ഡിഫറൻസ്. ഇതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ, യൂഷ്വലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഡി ആയിരുന്നു. ടു ദ പ്രിസീഡിങ് ടേം, ഇതിന് മുമ്പത്തെ ടേമിലോട്ട് ഒരു ഈ ഫിക്സ്ഡ് ടേം വിച്ച് ഇസ് ദ കോമൺ ഡിഫറൻസ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. എക്സെപ്റ്റ് ദ ഫസ്റ്റ് ടേമിനെ നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന എ അല്ലെങ്കിൽ A1 എന്നൊക്കെയായിരുന്നു. പിന്നെ അടുത്ത നമ്മൾ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പോയിന്റ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് പല APക്കകത്തും പല ഡിഫറെൻറ്റ് ഫോമിലായിരിക്കാം. ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പം അത് 0 ആയിരിക്കാം. സോ കോമൺ ഡിഫറൻസ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. നെക്സ്റ്റ് നമ്മളുടെ സെക്കൻഡ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജനറൽ ഫോം ഓഫ് എൻ AP ആണ്. അപ്പം ജനറൽ ഫോം ഓഫ് എൻ AP നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ A1, A2, A3 അങ്ങനെ AN വരെ. ഇത് ഓരോന്നും ഈ APയുടെ ഓരോ ടേംസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ AP എഴുതുമ്പം ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് നമ്മളിപ്പോൾ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെയല്ല എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 1ഉം 2ഉം 3ഉം ഒക്കെ എന്താണ്? ടേം ഓഫ് എൻ AP അല്ലെങ്കിൽ ടേംസ് ഓഫ് എൻ AP ആണ്. അപ്പം നമ്മൾ ജനറലി ഒരു APനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A1, A2, A3 അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഞാൻ മുമ്പേ പറഞ്ഞാണ് APയുടെ ഡെഫിനേഷനകത്ത് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ നമ്മൾ D ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേമിൻ്റെ കൂടെ D ആഡ് ചെയ്താൽ തേർഡ് ടേം കണ്ടുപിടിക്കാം. അങ്ങനെ ഈ ANന് മുമ്പത്തെ ടേം എന്താ? AN-1. അതിൻ്റെ കൂടെ D ആഡ് ചെയ്താൽ നമുക്ക് AN കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് നിന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് A1 പ്ലസ് D ഈക്വൽ ടു A2 എന്നല്ലേ ഞാനിപ്പോൾ ഈ ഡെഫിനിഷൻ വെച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് A1 മൈനസ് A2 കണ്ടുപിടിക്കണം. A2 മൈനസ് A1. നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഒരിക്കലും ഫസ്റ്റ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ല, മുമ്പിലത്തെ ടേം മൈനസ് പുറകിലത്തെ ടേം ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഇക്വേഷൻ ഇതാണ്. എനിക്ക് A2 മൈനസ് A1 ചെയ്യണം. എന്ന് വെച്ചാൽ A1നെ ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പം ഇത് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആകും. സോ ദിസ് ഇസ് A2 മൈനസ് A1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ആൻസർ? D. അപ്പം A2 മൈനസ് A1 ഈക്വൽ ടു A3 മൈനസ് A2. ഈ A3യും A2യും തമ്മിലുള്ള ഡിഫറൻസും D തന്നെയല്ലേ? അപ്പം ഈ ഇക്വേഷൻ ഇങ്ങനെ ഇതെല്ലാം ഈക്വൽ ടു എന്താണ്? D ആണ്. ഏത് രണ്ട് ടേംസിന് നമ്മൾ ഡിഫറൻസ് എടുത്താലും, അതായത് മുമ്പിലത്തെ ടേം മൈനസ് പുറകിലത്തെ ടേം, ഏത് രണ്ട് ടേംസിൻ്റെ ഈ APക്കകത്ത് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? നമ്മളുടെ കോമൺ ഡിഫറൻസ് ആയ D ആയിരിക്കും ആൻസർ വരുന്നത്. ഇനി അടുത്തൊരു ജനറൽ ഫോം നമ്മൾ പറയുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുക ലെറ്റ് A ബി ദ ഫസ്റ്റ് ടേം ആൻഡ് D ബി ദ കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് APനെ എങ്ങനെ എഴുതാൻ പറ്റും? A ഇസ് ദ ഫസ്റ്റ് ടേം. അപ്പം ഫസ്റ്റ് ടേം A1 ആണ് നമ്മളുടെ A. A2 എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ D ആഡ് ചെയ്താൽ മതി. A2. ഇനി സെക്കൻഡ് ടേം ഇതാണ് A3, തേർഡ് ടേം. സെക്കൻഡ് ടേമിൻ്റെ കൂടെ D ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? D പ്ലസ് D 2D അല്ലേ? സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് A പ്ലസ് 2D. അതാണ് നമ്മുടെ തേർഡ് ടേം. അപ്പം നമ്മളുടെ ഇത് ഫോർത്ത് ടേം എങ്ങനെ കിട്ടും? നമ്മളുടെ തേർഡ് ടേമിൻ്റെ കൂടെ നമ്മളൊരു Dയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അപ്പം 2D plus D എന്ന് പറയുമ്പോൾ 3D, A plus 3D. So this form
എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, ഈ ഒരു ഫോമിനെയാണ് നമ്മൾ ജനറൽ ഫോം ഓഫ് ആൻ എ പി എന്ന് പറയുന്നത്. അടുത്തൊരു കുഞ്ഞു പോയിന്റ് ആണ്, എ പി രണ്ട് ടൈപ്പിലുണ്ടായിരിക്കും, ഒന്ന് ഫൈനൈറ്റ് എ പി ആൻഡ് ഒന്ന് ഇൻഫൈനൈറ്റ് എ പി. ഫൈനൈറ്റ് എ പി എന്ന് പറയുമ്പോൾ ഇപ്പം 1 2 3 and 4 ഇവിടെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഇവിടെ കൊണ്ട് തീരുക. നമുക്കറിയാം ഇതൊരു എ പി ആണ്, കാരണം ഇതിനകത്ത് എല്ലാത്തിനകത്തും +1 ആഡ് ചെയ്യുമല്ലേ. ഈ എ പിയുടെ ലാസ്റ്റ് ടേം എന്താണ്? 4. എനിക്ക് ലാസ്റ്റ് ടേം അറിയാമെങ്കിൽ, ഒരു എ പിയുടെ ലാസ്റ്റ് ടേം എന്താണെന്ന് എനിക്ക് അറിയാമെങ്കിൽ അതിനെ ഞാൻ ഫൈനൈറ്റ് എ പി എന്ന് പറയും. ഇപ്പം ഇതിന് പകരം ഞാൻ ഇങ്ങനെ ഒരു എ പി എഴുതും, 1 2 3 4, ... ഈ ഒരു ഇതൊരു എ പി ആണ്, പക്ഷേ ഈ എ പിയുടെ ലാസ്റ്റ് ടേം എന്താണെന്ന് എനിക്ക് അറിയാൻ മേല. ലാസ്റ്റ് ടേം എന്താണെന്ന് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ദിസ് എ പി ഇസ് നോൺ ആസ് ഇൻഫൈനൈറ്റ് എ പി. സോ വി ഹാവ് 2 kinds of എ പി, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്. നെക്സ്റ്റ് നമ്മൾ nth ടേം ഓഫ് ആൻ എ പി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കാണാൻ പറ്റും, നമ്മൾ എങ്ങനെയാണ് ഈ nth ടേമിൻ്റെ ഫോർമുലയിലോട്ട് എത്തിയെന്ന്. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോർമുല മാത്രം പറയുക. nth ടേം ഓഫ് ആൻ എ പി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല an = a + n - 1 × d. ഇതിനകത്ത് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് എൻ എ പിയും d എന്ന് പറയുന്നത് നമ്മളുടെ കോമൺ ഡിഫറൻസും ആണ്. സോ ഇതാണ് ഫോർമുല. യു ഹാവ് ടു സ്റ്റഡി ദിസ് ഫോർമുല. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിനകത്ത്. ആൻഡ് ഈ an എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് ദി ജനറൽ ടേം ഓഫ് എൻ എ പി. ഒരു എ പിക്കകത്ത് ഏതൊരു ടേമും ഫസ്റ്റ് ടേം തൊട്ട് ലാസ്റ്റ് ടേം വരെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണം. ഇപ്പം a2 കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, a × 2 - 1 × d which is equal to a + 2 - 1 1 a + d. സോ എയുടെയും ഡിയുടെയും വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എ പിക്കകത്ത് ഏത് ടേം വേണമെങ്കിലും ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഒരു എ പിക്കകത്ത് ഇപ്പം m നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇഫ് ആൻ എ പി ഹാസ് 25 ടേംസ്, ടോട്ടലി ആ എ പിക്കകത്ത് 25 ടേംസ് ഉണ്ട്. അപ്പം A25 എന്ന് പറയുന്നത് എ പിയുടെ ലാസ്റ്റ് ടേം ആയിരിക്കുമല്ലോ. ഇതിനെ നമുക്ക് L എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇഫ് an AP has m terms, AM is the last term and AM can be represented using the letter L. So AM ആണ് നമ്മൾ L യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, which is the last term of an AP. അടുത്ത നമ്മൾ സം ഓഫ് n terms of an AP കണ്ടുപിടിക്കാൻ പോവാം. സം ഓഫ് nth ടേം അല്ല, സം ഓഫ് n terms എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എ പിക്കകത്ത് ടോട്ടൽ 50 ടേംസ് ഉണ്ടെന്ന് വെക്കുക. ആൻഡ് എനിക്ക് ഫസ്റ്റ് 25 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. ടോട്ടലി 50 ടേംസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഫസ്റ്റ് 25 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ആ സമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും S25, അല്ലെങ്കിൽ ഇവിടെ SN എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. സോ S25 അതിൻ്റെ ഡയറക്റ്റ് ഈ ഫസ്റ്റ് ഫോർമുലയാണ്, അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുല. Sn = n/2 × 2a + n - 1 × d. ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഈ ഫോർമുല. അത് നമ്മളുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് ഞാൻ ഷോർട്ട് ആയിട്ട് വരാം. ഈ 2a + n - 1 d നെ എനിക്ക് a + n - 1 × d എന്ന് എഴുതാമല്ലോ. ഇത്രയും ഭാഗം എന്തിൻ്റെ ഫോർമുലയാണ്? nth ടേമിൻ്റെ ഫോർമുലയാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് an എന്നല്ലേ. സോ ഈ ബ്രാക്കറ്റിനകത്ത് s = n/2 a + an എന്ന് എനിക്ക് എഴുതാൻ പറ്റും ഈ ഫുൾ ടേമിന് പകരം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 2 ഇക്വേഷൻസ്. ഇത് രണ്ടും ഇക്വലന്റ് ആണ്. തേർഡ് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എ പിക്കകത്ത് n നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ, അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ആണ്. അതായത് ഇപ്പോൾ എൻ്റെ എ പിക്കകത്ത് 50 ടേംസ് ആണ് ടോട്ടലി ഉള്ളത്. എന്നിട്ട് അവരെന്നോട് ക്വസ്റ്റ്യനിൽ S50 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം ആ കേസിൽ an ആണ് നമ്മുടെ ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ A50 ആണ് നമ്മുടെ ലാസ്റ്റ് ടേം. അപ്പം നമ്മൾ A50 ലാസ്റ്റ് ടേം ആയതുകൊണ്ട് അതിനെ L എന്ന് റെപ്രസെന്റ് ചെയ്യാമല്ലോ. സോ ഈ ഇക്വേഷനിൽ നിന്നാണ് ഇത് വരുന്നത്. ഇഫ് an = L, അതായത് ഇഫ് ആ എ പിക്കകത്ത് n ടേംസേ ഉള്ളൂ ആൻഡ് ഇഫ് an is the last term, നമുക്ക് ഈ ഇക്വേഷനകത്ത് ഇങ്ങനെ എഴുതാം, n/2 a + L. an പകരം L എഴുതാൻ പറ്റും. If and only if the AP has total n terms, if an is the last term. So that is the equations for the sum of n terms of an AP. ഇനി ഈ സം യൂസ് ചെയ്ത് നമ്മൾ nth ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ, ചില ക്വസ്റ്റ്യൻസിനകത്തൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്ക് ഒരു nth ടേം കണ്ടുപിടിക്കാനായിട്ട്
അതിൻ്റെ SN മൈനസ് SN മൈനസ് 1 ചെയ്താൽ മതി. ഇഫ് ക്വസ്റ്റിനകത്ത് സം ഓഫ് n ടേംസിൻ്റെയും സം ഓഫ് n മൈനസ് 1 ടേംസിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് nth ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സം ഓഫ് n ടേംസ് മൈനസ് സം ഓഫ് n മൈനസ് 1 ടേംസ്. ഇനി അടുത്ത നമ്മൾ ഇതൊരു ക്വസ്റ്റിനിൽ നിന്ന് കണ്ടുപിടിച്ചാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഫോർമുല ആണിത്, n ഇൻറ്റു n പ്ലസ് 1/2. നിങ്ങളിത് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം, നല്ലതാണ്, പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുല നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് ഫോർമുല തന്നെയാണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ തിയറി. നമുക്ക് ഇതിനകത്ത് ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ്, ഇഫ് ക്വസ്റ്റ്യനകത്ത് അവർ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ AP എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ആർ ഗിവിംഗ് ദാറ്റ് A is equal to 5 and D equal to 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ APയുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് AP എങ്ങനെ എഴുതാം? AP equal to ആദ്യം ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം എന്താ? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി, അപ്പം 5 + 2 7. തേർഡ് ടേം ഇതിൻ്റെ കൂടെ +2 ചെയ്താൽ മതി, 9 11 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മളുടെ AP കണ്ടുപിടിക്കുന്നത്. അത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അവർ ക്വസ്റ്റ്യൻ്റെ AP തന്നിട്ടുണ്ടായിരിക്കും ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതും സിമ്പിൾ. ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളുടെ AP ഒരു തന്നേക്കോ 5 7 9 11 എക്സെട്ര. അപ്പൊ ഫസ്റ്റ് ടേം ആണല്ലോ A, അപ്പൊ A ഈക്വൽ ടു 5 എന്ന് എഴുതി. ഇനി എനിക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി. സോ 7 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 2. നോക്കിക്കേ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് സെക്കൻഡ് ടൈപ്പ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ടൈപ്പ്, if an is given. Okay, so if question आता है നമുക്ക് an ന്റെ ഫോർമാറ്റ് തന്നേക്കോ. ഫോർ എക്സാമ്പിൾ, an equal to n into n plus 1 divided by 2. ഞാൻ വെറുതെ ഒരു ഫോർമാറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് എങ്ങനെ വേണമെങ്കിലും ഇവർ ക്വസ്റ്റിനകത്ത് തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഇവർ തന്നേക്കോ, എന്നിട്ട് നമ്മളോട് പറയുക ഫൈൻഡ് S25. ഓക്കെ, ഇങ്ങനെ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഓർക്കും ഇതിനകത്ത് AP ഇല്ല, ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയാൻ പറ്റില്ല, കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുമെന്ന് ഓർക്കും. കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. കാരണം ഇവിടെ n എന്ന് പറയുന്നത് an എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ജനറൽ ടേം ഓഫ് എൻ AP. അപ്പം ഇത് ജനറൽ ടേം ഓഫ് എൻ APനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് n-ന്റെ വാല്യൂ 1 2 3 4 അങ്ങനെ ഇട്ടാൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് an ആണ്. A1 എന്ന് പറയുമ്പോൾ n-ന് പകരം 1 വന്നു, അപ്പം ഈ സൈഡിലും n-ന് പകരം എന്ത് എഴുതണം? 1 എഴുതണം. സോ ദിസ് വുഡ് ബിക്കം 1 into 1 plus 1 the whole divided by 2, which is equal to 1 into 1 plus 1 2 divided by 2. So we get the answer as 1. ഇനി A2 എന്താണ്? n-ന് പകരം 2 ഇട്ട് കൊടുക്കണം. 2 into 2 plus 1 the whole divided by 2. ഇവിടെ 2 2 ക്യാൻസൽ ആയി, എനിക്ക് കിട്ടുന്ന വാല്യൂ 3. ഇനി അടുത്ത A3 എന്താണ്? n-ന് പകരം 3 ഇടണം. So this become 3 into 3 plus 1 the whole divided by 2, which is equal to 3 into 4 divided by 2. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 6. ഓക്കെ, ദിസ് ഇസ് നോട്ട് ബിക്കമിങ് എൻ AP. ഞാനൊരു എവിടുന്നോ ഞാനൊരു ഫോർമുല എടുത്തോണ്ട് വന്നു എന്നേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് എൻ AP. നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഒരു APയുടെ ഫോർമാറ്റ് വരുന്ന ജനറൽ ഫോർമാറ്റ് ആയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ അതിനകത്ത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. n-ന് 1 2 3 4 അങ്ങനെ വാല്യൂസ് ഉണ്ടാവും. അപ്പം നമുക്കൊരു AP കിട്ടും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 5 ആ വാല്യൂ കിട്ടുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു AP ആവത്തില്ല, 1 3 5 എക്സെട്ര. അപ്പം അങ്ങനെ അതൊരു AP ആകുമ്പോൾ എന്താ, നിങ്ങൾക്ക് AP കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എഴുതാം 1, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 3 - 1 which is equal to 2. പിന്നെ നിങ്ങൾക്ക് സം കണ്ടുപിടിക്കാൻ എന്താ വേണ്ട? ഒന്നും വേണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് S25 equal to 25 divided by 2 into 2 into 1 2a 2 into 1 plus n minus 1 24 into d. ഇത്രയും ഇത് സോൾവ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ഇഫ് an is given നമ്മൾ n-നകത്ത് n-ന്റെ വാല്യൂസ് 1 തൊട്ട് ഒരു 3 4 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് APയുടെ ടേംസ് കണ്ടുപിടിച്ചിട്ട് ബാക്കി നമ്മൾ നോർമൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യും. ഇനി അടുത്ത ഇഫ് SN and SN minus 1 is given. ഇത് രണ്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ an കണ്ടുപിടിക്കും? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. an-ന്റെ അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല SN minus 1.
So this is the formula to find an if Sn and Sn minus 1 is given. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ബേസിക് the most basic formulas and things you have to remember while studying the chapter arithmetic progression. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഏത് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാലും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരേ ഒരു ടിപ്പ് ഇതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിനകത്തെ ആകെ 3-4 ഫോർമുലാസേ ഉള്ളൂ. ആ 3-4 ഫോർമുലാസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം ആ ക്വസ്റ്റ്യനകത്ത് A25 കുറിച്ച് പറയുക, അല്ലെങ്കിൽ S3 കുറിച്ച് പറയുക, അല്ലെങ്കിൽ N തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഫോർമുല യൂസ് ചെയ്ത് മാത്രം സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ എന്ത് ടേം വന്നാലും, ഒരു ഇച്ചിരി പാടായിട്ടുള്ള ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ പാനിക് ആവില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക് ഫോർമുല അപ്ലൈ ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ആ ഫോർമുല അപ്ലൈ ചെയ്ത് ആ വാല്യൂവിനൊക്കെ സൈഡിലിട്ട് കൊടുത്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഉറപ്പായിട്ട് ഒരു വഴി തെളിഞ്ഞ് വരും. ദാറ്റ് ഈസ് ദ മെയിൻ ടെക്നിക് to do. So that is the end of this short video. I try to keep it short, and I really hope that you find this video helpful for your boards and for preparing for this while you prepare for this chapter. So thank you for watching this video, and see you in the next class.